നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഇ ഡി ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കി. ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെതിരെയാണ് കേന്ദ്രത്തിന്റെ നടപടി. കൈക്കൂലി അടക്കം നിരവധി ആക്ഷേപങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് നടപടി. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ഇപ്പോൾ പി രാധാകൃഷ്ണനെ നീക്കുന്നത് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഈ കേന്ദ്ര നടപടി കൈക്കൂലി കേസിൽ തന്നെയാണോ? സ്മൃതി, നയതന്ത്ര സ്വർണ്ണക്കടത്തടക്കം സുപ്രധാന കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഇ ഡി ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട പല കേസുകളിലും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിക്കെതിരെ കടുത്ത നടപടിയാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. വിവിധങ്ങളായ കേസുകളിൽ ഗുരുതരമായ ആക്ഷേപങ്ങളും പരാതികളും നേരത്തെ ഉയർന്നു വന്നിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഈ നടപടിയിലേക്ക് പോയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ കൊല്ലത്തുള്ള കശുവണ്ടി വ്യവസായി അനീഷ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് കൈക്കൂലി ആരോപണമാണ്. അതിൽ നേരിട്ട് ഈ ഉദ്യോഗസ്ഥനെ അവസാന ഘട്ടത്തിൽ പരാമർശിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇ ഡി നേരിട്ടത് ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിൽ വിജിലൻസിന് പരാതി ലഭിക്കുന്നു, വിജിലൻസ് അതിന്റെ അന്വേഷണത്തിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള നടപടികളിലേക്കൊക്കെ കടക്കുന്നു. അത് വലിയ തോതിൽ ചർച്ചയായതാണ്. രണ്ട് അന്വേഷണ ഏജൻസികൾ മുഖാമുഖം നിൽക്കുന്ന സംഗതി പോലും അക്കാര്യത്തിൽ ഉണ്ടായതാണ്. കൊടകര കള്ളപ്പണ കേസിൽ അല്ലെങ്കിൽ കള്ളനോട്ട് കേസിലടക്കം അവിടുത്തെ വിഷയത്തിലും അന്വേഷണം പോയതാണ്. പക്ഷേ അതിന്റെ ഭാവിയും പിന്നീട് കണ്ടതാണ്. ഇങ്ങനെ പല കേസുകളുടെ കാര്യത്തിലും ഗുരുതരമായ മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾ അടക്കമുണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പല കേസുകളിലേക്കും ഇ ഡി വരുന്നു, അന്വേഷണം ഉണ്ടാകുന്നു, പിന്നീട് അതിന്റെ ഭാവി സംബന്ധിച്ച് പലപ്പോഴും അനിശ്ചിതാവസ്ഥ രൂപപ്പെടുന്നു. നേരത്തെ തന്നെ ഈ വിജിലൻസ് അന്വേഷിച്ച കേസിലടക്കം സമാനമായ മറ്റ് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപമടക്കം ഉയർന്നു വന്നിരുന്നു. ഏതായാലും അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടി. സർവീസിൽ നിന്ന് തന്നെ ഈ ഉദ്യോഗസ്ഥനെ നീക്കുന്ന നടപടി ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.